ഓരോ പുരസ്കാര പ്രഖ്യാപനവും വിവാദമാണ്. കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയത്. അതേസമയം മലയാള സിനിമയ്ക്ക് നേട്ടങ്ങളുടെ കാലവുമായി. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായ ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ നടപ്പാക്കുന്നത്. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് ദേശീയ ജൂറി അവഹേളിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി. കേരളത്തിൽ നിന്നുള്ള ഇസ്ലാം മത പരിവർത്തന കഥ പറയുന്ന വിവാദ ചിത്രം കേരള സ്റ്റോറിക്ക് സുദീപ് സെൻ മികച്ച സംവിധായകനും മികച്ച ഛായാഗ്രഹനുള്ള അവാർഡ് പ്രശാന്തിന് മുഖപത്രയ്ക്കും ലഭിച്ചു. അതേസമയം 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളി തിളക്കമായിരുന്നു. പൂക്കാലത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടനും ഉള്ളൊഴുക്കിലെ മികച്ച പ്രകടനത്തിന് ഉർവശി സഹനടിയുമായി. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. പൂക്കാലത്തിന്റെ എഡിറ്റിംഗിന് മിഥുൻ മുരളി, കേരളത്തിലെ പ്രളയം പ്രമേയമാക്കിയ 2018 കലാസംവിധാനത്തിന് മോഹൻദാസ്, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം MK രാമദാസ് എന്നിവർക്കും മലയാളത്തിൽ നിന്ന് പുരസ്കാരം ലഭിച്ചു. ഹിന്ദി ചിത്രം ആനിമലിന്റെ സൗണ്ട് ഡിസൈനിങ്ങിന് മലയാളികളായ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും അവാർഡ് ലഭിച്ചു. ഈ ചിത്രത്തിന്റെ റെക്കോർഡിംഗിന് മലയാളിയായ MR രാജാകൃഷ്ണൻ പ്രത്യേക പരാമർശത്തിനും അർഹനായി. ദി സാക്രഡ് ജാക്ക് എന്ന ചിത്രത്തിലെ വിവരണത്തിന് ഹരികൃഷ്ണനും പുരസ്കാരം ലഭിച്ചു.